എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പം ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നുപോലും വിടാതെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 10-50 ക്വസ്റ്റ്യൻ ഉണ്ടാവും എല്ലാത്തിലും. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾ നോക്കുക. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒറ്റ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുക. അപ്പം മിസ് ചെയ്യാതെ കാണുക 2 വീഡിയോസും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് 3 girls skating on a circular ice ground of radius 200 meter start from a point P on the edge of the ground and reach a point Q diametrically opposite to P following different paths as shown in figure. What is the magnitude of the displacement vector for each? For which girl is this equal to the actual length of the path skate? അപ്പോൾ 3 ഗേൾസ് ഒരു സർക്കുലാർ ഗ്രൗണ്ടിൽ കൂടെ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 200 meters ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, P on the edge of the ground and reach a point Q diametrically opposite to P following different paths. അതായത് Pന്ന് Qയിലേക്ക് 2-3 ഡിഫറെൻറ്റ് പാത്സ് എടുത്തിട്ട് പോയി, അത്രയേ ഉള്ളൂ കാര്യം. അപ്പം വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഫോർ ഈച്ച്? 3 പാത്ത് എടുത്തു കഴിഞ്ഞാലും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ അതെന്താണ് ഇവിടെ, ഇതാണ് P. അപ്പോൾ PQ എന്നുള്ളതാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഓക്കെ, അപ്പം PQ എന്ന് പറഞ്ഞാൽ എന്താ? PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ അല്ലേ, ഡയമീറ്റർ ഓഫ് ദ സർക്കുലാർ ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്താണ് തന്നിരിക്കുന്നത്, PQ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ അല്ലേ. ഡയമീറ്റർ എങ്ങനെ ഡയമീറ്റർ എന്ന് P Qയിലേക്ക് അതിൻ്റെ ഡയമീറ്റർ അല്ലേ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ 2 × 200, 2 times the radius of the circle ആണ് എന്ത്, ഡയമീറ്റർ. അപ്പോൾ 400 meters. അപ്പോൾ ഫോർ വിച്ച് ഗേൾ ഇസ് ദിസ് ഈക്വൽ ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് സ്കേറ്റ്? അതായത് A വന്നിരിക്കുന്നത് എന്താ, P Qയിലേക്ക് വന്നിരിക്കുന്നത് B അല്ലേ. B എന്നുള്ള ഗേളാണ് എന്ത്, ഇത് C എന്നുള്ള ഗേള്. അപ്പം B എന്നുള്ള ഗേളിന് പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും സെയിം ആണ് അല്ലേ. A എന്നുള്ളതിന് പാത്ത് ലെങ്ത് ഡിഫറെൻ്റ് ആണ്, സിക്ക് പാത്ത് ലെങ്ത് ഇച്ചിരി കൂടി കൂടുതലാണ് അല്ലേ. അപ്പം ബിക്കാണ് എന്ത്, രണ്ടും സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സെൻറ്റർ O of a circular park of radius 1 kilometer, reaches the edge P of the park. Okay, a cyclist starts from the center O of the circular path, അതായത് Pയിലേക്ക് പോയി. പിന്നെയോ, the cycle then cycles along the circumference and returns to the center along QO. അതായത് ഇതിലെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വട്ടത്തിൽ വന്ന് QO എന്നുള്ള പാത്തിലേക്ക് കൂടെ സെൻറ്ററിലേക്ക് തന്നെ വന്നു. ഇഫ് ദ റൗണ്ട് ട്രിപ്പ് ടേക്സ് 10 minutes, അപ്പോൾ അതായത് നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കുലാർ പാത്ത് 1 kilometer തന്നിട്ടുണ്ട്. 1 kilometer എന്നുള്ളത് എത്രയാണ്, 1000 meter ആണ്. നമുക്ക് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് നോക്കാം. The cycle goes along the circumference and returns to the center along OQ as shown in figure. If the round trip take 10 minutes, time taken is equal to 10 minutes. What is the net displacement? Net displacement എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആണ്. നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ്, 0. ഇനി B, ആവറേജ് വെലോസിറ്റി. Average velocity is equal to total displacement divided by total time taken അല്ലേ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, അപ്പം അതും ആവറേജ് വെലോസിറ്റിയും 0. ഇനി ആവറേജ് സ്പീഡ് ഓഫ് ദ സൈക്ലിസ്റ്റ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്, OP പ്ലസ് PQ
പ്ലസ് QO. അതെന്തുകൊണ്ടാണ്? ഇത് പാത്ത് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ ടൈം. ഇനി OP എത്രയാണ്? OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് റേഡിയസ് തന്നെയാണ് അല്ലേ? അപ്പോൾ അത് 1 കിലോമീറ്റർ പ്ലസ് PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കൂ, ചുറ്റുമുള്ളത് എന്താണ്? സർക്കംഫറൻസ്. അപ്പോൾ ഇവിടെ 1/4 ഓഫ് സർക്കംഫറൻസ് ആണ് അല്ലേ? സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ? 2πr. അപ്പോൾ 1/4 അത് കാൽഭാഗമല്ലേ പോണുള്ളൂ P എന്ന് Qയിലേക്ക്. 1/4 ഓഫ് 2π ഇൻറ്റു R 1 കിലോമീറ്റർ പ്ലസ് OQ പിന്നെയും റേഡിയസ് വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ ടൈം. ടൈം 10 മിനിറ്റ് എന്നുള്ളത് 10/60 hours എടുക്കാം. ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നമുക്ക് എഴുതണ്ടേ? കിലോമീറ്റർ പെർ മിനിറ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല അല്ലേ? 1/6 hours. അപ്പോൾ എത്ര കിട്ടും ഇവിടെ? ഇവിടെ 1 കിലോമീറ്റർ പ്ലസ് 1/4 ഓഫ് 2π ഇൻറ്റു 1 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 60 അല്ലെങ്കിൽ 1/6 hours എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 21.43 കിലോമീറ്റർ പെർ അവറിന് കിട്ടും. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞ്. അപ്പം ഡിഫറൻസ് എന്താണ്? ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡ് തമ്മിൽ ഡിഫറൻസ്. ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതാണ് ഇവിടെ ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്. Rain is falling vertically with a speed of 30 meter per second. A woman rides a bicycle with a speed of 10 meter per second in the north-south direction. What is the direction in which she should hold her umbrella? അതായത് റെയിൻ ഇസ് ഫോളിങ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ റെയിനിൻ്റെ സ്പീഡ് നമ്മൾ വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ഇതെന്താണ്? റെയിൻ VR is equal to 30 meter per second. A woman rides a bicycle with a speed of 10 meter per second in the north-south direction. അപ്പോൾ റെയിൻ താഴോട്ടാണ് വീഴുന്നത്. നമ്മുടെ നോർത്ത് സൗത്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇത് നോർത്തും ഇത് സൗത്തും എടുക്കുകയാണെങ്കിൽ നോർത്ത് സൗത്തിലേക്കൂടെ എന്താണ് സൈക്ലിസ്റ്റ് വെലോസിറ്റി ഓഫ് സൈക്ലിസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഷീ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല? അപ്പോൾ എന്താ പറയുക, അംബ്രല ഹോൾഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തത് എന്താണ്? നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി അല്ലേ, ആ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ, ആ സൈക്ലിസ്റ്റിൻ്റെയും റെയിനിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി ഡയറക്ഷനിലാണ് കുട പിടിക്കേണ്ടത്. അപ്പോൾ എങ്ങോട്ട് കുട പിടിക്കും? അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ എന്താ? VRB അല്ലേ, VRC എന്ന് പറഞ്ഞാൽ VR മൈനസ് VC ആണ്. അപ്പോൾ ഈ VCനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കാം. ഇത് മൈനസ് VC ആവുമ്പം ഇതിൻ്റെ റിസൾട്ടൻറ്റ് എങ്ങോട്ട് വരും? ഇതാ ഇങ്ങനെയാണ്. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ത്? VRCൻ്റെ ഡയറക്ഷനിലാണ് എന്ത് നമ്മൾ കുട പിടിക്കുന്നത്. അപ്പോൾ കുട പിടിക്കേണ്ട ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മളൊരു ബീറ്റ എന്നുള്ള ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ടാൻ ബീറ്റ എന്ത് കിട്ടും? ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് VC ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് VR. VR എന്ന് പറഞ്ഞാൽ റെയിനിൻ്റെ സ്പീഡ്. അപ്പം 10 ഡിവൈഡഡ് ബൈ 30 അല്ലെങ്കിൽ 1/3 എന്ന് കിട്ടും. അപ്പം ബീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3. ഞാൻ എല്ലായിടത്തും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ക്ലാർക്ക്സ് ടേബിൾ യൂസ് ചെയ്യാൻ പഠിക്കണമെന്ന്. ക്ലാർക്ക്സ് ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 18 ഡിഗ്രി 26 മിനിറ്റ് ആണ് എന്ത് ബീറ്റ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ബീറ്റ ഇങ്ങനെ നമ്മൾ താഴോട്ടല്ലല്ലോ കുട പിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കുട പിടിക്കേണ്ടത്? ഇവിടെ കുട നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിടിക്കുന്നത് എങ്ങോട്ടാ? ആലോചിച്ച് നോക്കൂ, സൈക്കിൾ ഇങ്ങോട്ട് പോണു, റെയിൻ താഴോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലല്ലേ പിടിക്കുക. അപ്പോൾ അതെങ്ങനെ നമ്മൾ ആൻസർ എഴുതും? അപ്പോൾ ഇവിടെ ഇതും ബീറ്റ, ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ ഇത്. അപ്പോൾ ഇതും ബീറ്റ ആണ്. അപ്പോൾ നമുക്ക് പറയാം, ദ വുമൺ ഷുഡ് ഹോൾഡ് ഹെർ അംബ്രല 18 ഡിഗ്രി 26 മിനിറ്റ് സൗത്ത് ഓഫ് ദ വെർട്ടിക്കൽ. സൗത്ത് ഓഫ് ദ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ തെക്കോട്ട്. ഈ വെർട്ടിക്കലുമായിട്ട് എന്താ പറയുക, റെയിനിൻ്റെ അതായത് മേലും താഴേക്ക് വീഴുന്ന ആ ഡയറക്ഷനിൽ നിന്ന് സൗത്തിലേക്കാണ് നമ്മൾ സൈക്കിള് പിടിക്കേണ്ടത്. അതായത് നമ്മൾ നോക്കുക, ഇങ്ങനെ പോകുമ്പോൾ മഴ ഇങ്ങനെ വീഴുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടല്ലേ കുട പിടിക്കുക, എന്തായാലും ഇങ്ങനെയല്ലേ കുട പിടിക്കുക. അപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കാണാനാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമ്മൾ താഴോട്ട് ആരും കുട പിടിക്കാറില്ല.
പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ. അപ്പോൾ സൗത്ത് ഓഫ് വെർട്ടിക്കലാണ് നമ്മൾ അംബ്രല്ല ഹോൾഡ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്, റിപ്പീറ്റഡ്, എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. A man can swim with a speed of 4 km/h in still water. How long does he take to cross river 1 kilometer wide if the river flows steadily at 3 km/h and he makes his strokes normal to the river current? How far down the river does he go when he reaches the other bank? A man can swim with a speed of 4 km/h in still water. അപ്പോൾ നമുക്ക് velocity of man is equal to 4 km/h എന്ന് എടുക്കാം. How long does he take to cross a river 1 kilometer wide? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡയഗ്രാം വരക്കാം. അപ്പോൾ ഇത് റിവറാണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അയാൾ. അപ്പോൾ ഈ പൊസിഷൻ OA എന്നെടുത്താൽ ഇതാണ് എന്ത് റിവറിൻ്റെ വിഡ്ത്ത് അല്ലേ. അപ്പോൾ നമ്മൾ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഒരു പുഷ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇയാൾ എവിടെ എത്തും? ഇവിടെ എത്തും, B എന്നുള്ള സ്ഥലത്തെത്തും. അപ്പം വെലോസിറ്റി ഓഫ് റിവർ ഈ ഡയറക്ഷനിലാണ് പോണത്. അപ്പം വെലോസിറ്റി ഓഫ് റിവർ ഈ ഡയറക്ഷനിലാണ്. വെലോസിറ്റി ഓഫ് മാൻ ആണ് എന്ത് റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വെലോസിറ്റി. ഓക്കെ, ഇഫ് റിവർ ഫ്ലോസ് വിത്ത് സ്റ്റഡിലി അറ്റ് 3 km/h, അപ്പം വെലോസിറ്റി ഓഫ് ദ റിവർ ഇസ് ഈക്വൽ ടു 3 km/h. അതേപോലെ വിഡ്ത്ത് അല്ലേ, റിവറിൻ്റെ വിഡ്ത്ത് OA, നമുക്കിവിടെ OA എന്ന് എടുത്തു കഴിഞ്ഞാൽ OA ഇസ് ഈക്വൽ ടു 1 km എന്ന് കിട്ടും. അപ്പോൾ ഹൗ ലോങ് ഡസ് ഹി ടേക്ക് ടു ക്രോസ് ദ റിവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ. ഡിസ്റ്റൻസ് ഇയാൾ എത്ര ഡിസ്റ്റൻസ് ഇയാൾ കവർ ചെയ്യുന്നുണ്ട്? OA ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് മാൻ. അത് എത്രയാണ് വരിക? OA 1 km ആണ്, വെലോസിറ്റി ഓഫ് മാൻ 4 ആണ്. അപ്പം നമുക്ക് 1/4 hours എന്ന് കിട്ടും. 1/4 അല്ലെങ്കിൽ 0.25 hours ആണ് അയാൾ എടുക്കുന്ന ടൈം. അപ്പോൾ അത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടി. ഇനി ഹൗ ഫാർ ഫ്രം ദ റിവർ ഡസ് ഹി ഗോ വെൻ ഹി റീച്ചസ് ദ അതർ ബാങ്ക്? അതായത് വെള്ളം നമ്മളെ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എത്തണമെന്ന് വിചാരിച്ചാലും ഈ വെള്ളത്തിനുള്ള ഒരു സ്പീഡ് ഉണ്ടല്ലോ, അത് നമ്മളെ പുഷ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു സ്പീഡ്, നമ്മൾ മൂവ് ചെയ്യുന്ന സ്പീഡും വെള്ളത്തിൻ്റെ പുഷ് ചെയ്യുന്ന സ്പീഡും കൂടി. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ എത്താനാണ് ഉദ്ദേശിച്ചെങ്കിലും പക്ഷെ എവിടെ എത്തും? നമ്മൾ അടുത്ത കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് എത്തുക. അപ്പം നമുക്ക് എഴുതാം AB ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ റിവർ multiplied by time taken. Velocity of the river എത്രയാ? 3. Time taken 0.25. അത് എത്ര കിട്ടും? 0.75 km. അതായത് 0.75 km അപ്പുറത്താണ് ഇയാൾ ചെന്ന് കയറുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്, നോക്കി പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In a harbor, wind is blowing at a speed of 72 km/h and the flag on the mast of a boat anchored in the harbor flutters along the northeast direction. If the boat starts moving at a speed of 51 km/h to the north, what is the direction of the flag on the mast of the boat? അപ്പോൾ ഇതും നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ട് ചെയ്യേണ്ട സംഭവമാണ്. റിലേറ്റീവ് വെലോസിറ്റി, ഏത് റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ കാണുന്നത്? ഇവിടെ in harbor, wind is blowing at a speed of 72 km/h and the flag on the mast of the boat anchored in the harbor flutters along the northeast direction. അപ്പോൾ if the boat starts moving at a speed of 51 km/h, അപ്പം വെലോസിറ്റി ഓഫ് വിൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് വിൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ട് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് വിൻഡ് മൈനസ് വെലോസിറ്റി ഓഫ് ബോട്ട്. അപ്പം വെലോസിറ്റി ഓഫ് വിൻഡ് എത്രയാ? വെലോസിറ്റി ഓഫ് വിൻഡ് ഇസ് ഈക്വൽ ടു 72 km/h. വെലോസിറ്റി ഓഫ് ബോട്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് ബോട്ട് എത്രയാണ്? 51 km/h ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം വരച്ച് നോക്കാം. അപ്പോൾ ഒരു ബോട്ട് തന്നിരിക്കുന്നത്, മാസ്റ്റ് ഓഫ് ദ ബോട്ട് ആങ്കേർഡ് ഇൻ ദ ഹാർബർ ഫ്ലട്ടേഴ്സ് അലോങ് ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നുള്ള നൊട്ടേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ
the velocity of wind. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഫ്ലാഗ് ഫ്ലട്ടർ ചെയ്യണത്. അപ്പം ഇത് നോർത്ത് ഈസ്റ്റ് അല്ലേ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ. അപ്പം ഇവിടെ എന്താ പറയണത്, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കും ഇഫ് ദ ബോട്ട് സ്റ്റാർട്ട്സ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 51 km/h. ബോട്ട് 51 km/h മൂവ് ചെയ്ത് നോർത്തിലേക്ക് മൂവ് ചെയ്യണം. അതാണ് ഞാൻ നോർത്തിലേക്ക് എന്നുള്ളത് ഇവിടെ വരച്ചത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലാഗ് ഓൺ ദ മാസ്റ്റ് ഓഫ് ദ ബോട്ട്? അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ വിൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് എന്ത് വരും, -VB വരും അല്ലേ. അപ്പം ഇവിടെ എന്താണ്, ഇതാണ് എന്ത് റിസൾട്ടൻറ്റ് VB, റിസൾട്ടൻ്റ് അല്ല, റിലേറ്റീവ് വെലോസിറ്റീൻ്റെ വെക്ടർ ഇതാണ് എന്ത് വരുന്നത്, VWB എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്. അപ്പം ഈ ആംഗിൾ എന്താ, ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നോർത്ത് ഈസ്റ്റും തമ്മിൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി ആണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ആംഗിൾ 135 ഡിഗ്രീസ് വരും അല്ലേ. അപ്പം ആംഗിൾ ബിറ്റ്വീൻ VW ആൻഡ് -VB എത്രയാണ്, 135 ഡിഗ്രി. അപ്പം നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി എന്ന് എഴുതാം. പിന്നെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഏതാ ബീറ്റ, ഇത് ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു 51 sin 135 ഡിവൈഡഡ് ബൈ 72 പ്ലസ് 51 cos 135. ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1.0039 എന്ന് കിട്ടും. അപ്പം ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1.0039. അപ്പോൾ നമുക്ക് കിട്ടും 45.1 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ആൻസർ നമ്മൾ എന്താ പറയുക, ഇത് നോർത്ത് ഈസ്റ്റും ഈസ്റ്റ് സൗത്തും തമ്മിലുള്ള ആംഗിളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് ദ ഈസ്റ്റ് ഡയറക്ഷൻസ് ഇത് ഈസ്റ്റിൽ നിന്ന് എത്ര ഇതിലേക്ക് ഫ്ലട്ടർ ചെയ്യുന്നു കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഈസ്റ്റ്, ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഈസ്റ്റ് ഇസ് ഈക്വൽ ടു 45.1 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി, ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിഗ്രി, 0.1 ഡിഗ്രി, 0.1 ഡിഗ്രി. അങ്ങനെ പറഞ്ഞാൽ ഫ്ലാഗ് വിൽ ഫട്ടർ ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ഡയറക്ഷൻ. ജസ്റ്റ് ഒരു 0.1 ഡിഗ്രി ഡിഫറൻസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദ സീലിംഗ് ഓഫ് എ ലോങ് ഹാൾ ഈസ് 25 meter ഹൈ. What is the maximum horizontal distance that a ball thrown with a speed of 40 m/s can go without hitting the ceiling of the hall? The ceiling of a long hall is 25 meter high. The maximum horizontal distance that a ball thrown with a speed of 40 m/s can go without hitting the ceiling of the hall. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, മാക്സിമം ഹൈറ്റ് H max is equal to 25 meters. എന്താ കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം യു തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് 40 m/s, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം H max is equal to U square sin square theta divided by 2g. അപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്, what is the maximum horizontal distance a ball thrown with a speed of 40 m/s can go without hitting the ceiling of the hall. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് H max എന്ന് sin square theta കണ്ടുപിടിച്ച് sin theta കണ്ടുപിടിക്കാം. sin square theta എന്ത് വരും, H max 25 into 2 into g 9.8 divided by u square എത്രയാ 40 square. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.30625 എന്ന് കിട്ടും. അപ്പം സൈൻ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 33.6 ഡിഗ്രീസ് എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്യണം, നോക്കി എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കി എഴുതി കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെ സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കുക, എന്നിട്ട് സൈൻ തീറ്റ കണ്ടുപിടിക്കുക, എന്നിട്ട് തീറ്റ സൈൻ ഇൻവേഴ്സ് ഓഫ് അത് കണ്ടുപിടിച്ചാൽ
ആൻസർ തീറ്റ കിട്ടും. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി. യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ എത്ര വരും? യു സ്ക്വയർ എത്രയാണ്? യു സ്ക്വയർ 40 സ്ക്വയർ. അപ്പോൾ 40 സ്ക്വയർ സൈൻ 2θ എത്രയാ? 2 ഇൻറ്റു തീറ്റ 33.6 ഡിവൈഡഡ് ബൈ 9.8. അപ്പോൾ ഇതിന്ന് ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 150.5 മീറ്റേഴ്സ് കിട്ടും. ഓക്കെ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത പാർട്ടിൽ ചെയ്യാം. എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 meters. How much high above the ground can the cricketer throw the same ball? എന്താ തന്നിരിക്കുന്നത്? ആർ മാക്സിമം അല്ലേ? ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 100 meters. How much high above the ground can the cricketer throw the same ball? അപ്പം ആർ മാക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. അതായത് 100 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.8 അല്ലേ? യു സ്ക്വയർ ബൈ 9.8 എടുക്കാം. ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as അല്ലേ? അപ്പം 2as എടുക്കാം. വി ഫൈനൽ വെലോസിറ്റി, മാക്സിമം ഹൈറ്റിലെത്തിയ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. മുകളിലോട്ട് എറിയാണ്, അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -g ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ളത് ആർ മാക്സിമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ 0 മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു -2gs എന്ന് കിട്ടും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് യു സ്ക്വയർ ബൈ ജി, യു സ്ക്വയർ ബൈ 2g. അപ്പം ഇവിടെ എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു 1/2 വി സ്ക്വയർ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. അപ്പം 1/2 യു സ്ക്വയർ ബൈ ജി എത്രയാ? യു സ്ക്വയർ ബൈ ജി ഇത് സെയിം ആണ് അല്ലേ? യു സ്ക്വയർ ബൈ ജി 100 ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 9.8 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ദാറ്റ്സ് ഈക്വൽ ടു 50 meters എന്ന് കിട്ടും. ഓക്കെ, ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല പഠിച്ചവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ മതിയാക്കാം. ഇനിയുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തു നമ്മൾ. ഇനിയുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും മിസ്സാക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്തത് പാർട്ട് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ക്ലാസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ മോഷൻ ഇൻ എ പ്ലെയിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് പാർട്ട് 2, അതിൽ നമ്മൾ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബാക്കിലുള്ള ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.